അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡിന്റെ അഡീഷൻ ആൽക്കീനിലേക്കുള്ള അഡീഷൻ റിയാക്ഷൻ എന്നുള്ളത് നമുക്ക് സിമ്പിളായിട്ട് 2-3 എക്സാമ്പിൾ നോക്കിയാൽ ഞാൻ മനസ്സിലാവും. പക്ഷേ ഇത്രയുള്ള റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. ആൽക്കിൻ എടുക്കുക, കുറച്ച് കോൾഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുക്കുക, ആഡ് ചെയ്യുക, നമുക്ക് അഡീഷൻ പ്രോഡക്റ്റും കിട്ടും. സോ അഡീഷൻ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും മാർക്കോണിക്കോ പ്രോഡക്റ്റ് ആയിരിക്കും. മാർക്കോണിക്കോ റൂൾ വെച്ചുകൊണ്ട് എന്താണോ മാർക്കോണിക്കോ റൂൾ പറയുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. സിമ്പിളായിട്ടുള്ള 2 എക്സാമ്പിൾ കൊണ്ട് നമുക്ക് എഴുതാം. സോ അത് നമുക്ക് ഒരു സിമെട്രിക്കൽ ആൽക്കിൻ എടുക്കാം. സിമെട്രിക്കൽ ആൽക്കിൻ എടുത്തുള്ള ഗുണം അവിടെ ഒരു റൂളിന്റെ ആവശ്യമില്ല, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് പ്രോഡക്റ്റ് എഴുതാം. അവിടെ ഒരു റൂളും അപ്ലൈ ചെയ്യേണ്ട, ഡയറക്റ്റ് ഇലക്ട്രോഫൈലിനെ ഒരു സൈഡിലോട്ടും ബാക്കിയുള്ള മൈനസ് ചാർജുള്ള ഗ്രൂപ്പിനെ വേറെ സൈഡിലോട്ടും. അല്ലെങ്കിൽ ഒരിടത്ത് ഇതിൻ്റെ അകത്ത് എന്താ ഇതെങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ചെയ്യുന്നതെന്നുള്ള മാത്രം ഒരു ചെറിയൊരു കോംപ്ലിക്കേഷൻ അല്ല, ജസ്റ്റ് പെട്ടെന്നാണ്, സിമ്പിളാണ്, ഒന്ന് നോക്കിയിരുന്നാൽ മതി. ഈ സൾഫ്യൂരിക് ആസിഡ് ഈ രീതിയിൽ അത് എഴുതാൻ പഠിക്കുക. ഇത് ഞാൻ H2SO4 തന്നെയാണ് എഴുതിയേക്കുന്നത്, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. H2SO4. ഓക്കെ. സോ ഇതിൻ്റെ അകത്തിൽ എങ്ങനെയാണ് ഇലക്ട്രോഫൈൽ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തിൽ എന്തായാലും ഇതിൻ്റെ അകത്ത് ഇത് സ്പ്ലിറ്റായി 2 പാർട്ടാകും. എന്നിട്ട് ഒരു പാർട്ട് ഇവിടെ ഒരു പാർട്ട് ഇവിടെ ആഡ് ആകും. എന്നാലും ഇതിന് അഡീഷണൽ റിയാക്ഷൻ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സോ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയിട്ട് ബിക്കോസ് ഓഫ് ഇലക്ട്രോനെഗറ്റീവ് ഓക്സിജൻ ഇലക്ട്രോനെഗറ്റീവ് ഉള്ള അതുകൊണ്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് ഷിഫ്റ്റ് ആവും. അങ്ങനെ H+ ഇത്രയായിട്ടുള്ളൊരു ഗ്രൂപ്പ് O-SO4 HSO4- എന്ന് പറയുന്ന 2 ഗ്രൂപ്പായിട്ട് മാറും. അങ്ങനെ നമുക്ക് പ്രോഡക്റ്റ് ഇത്ര കിട്ടത്തുള്ളൂ. ഇപ്പോൾ H ഇവിടെ ആഡ് ചെയ്യുക, HSO4- എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടെ ആഡ് ചെയ്യുക. സോ CH2 എന്നുള്ളത് CH3 ആകും. CH3 CH2, ഈ H ഇവിടെ പോയി കഴിഞ്ഞാൽ ബാക്കി O, ഈ SO2 ബാക്കിയുള്ള OH. സോ ഇത്രയുള്ള ഇവിടുത്തെ പ്രോഡക്റ്റ് CH3 CH2O SO2 OH. ഇവിടുത്തെ H2SO മലത്തിലെ ഒരു H ഇപ്പുറത്തോട്ട് വന്നെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി അടുത്ത SO4 H- എന്ന് പറയുന്ന ഗ്രൂപ്പ് സെക്കൻഡ് കാർബണിലോട്ട് ആഡ് ആയിട്ടാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ ഇതാണ് ഇവിടുത്തെ ആൽക്കൈൽ ഹൈഡ്രജൻ സൾഫേറ്റ് ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. ജനറലി നമുക്ക് പറയാം ഇവിടുത്തെ പ്രോഡക്റ്റ് ആൽക്കൈൽ ഹൈഡ്രജൻ സൾഫേറ്റ്. സോ ഈ കേസിൽ നമ്മൾ എടുത്തിരിക്കുന്ന ആൽക്കീൻ ഈത്തീൻ ആയതുകൊണ്ട് ഇവിടുത്തെ പ്രോഡക്റ്റ് ഈത്തൈൽ ഹൈഡ്രജൻ സൾഫേറ്റ്. എന്താണ് ഇവിടുത്തെ പ്രോഡക്റ്റ്? ഈത്തൈൽ ഹൈഡ്രജൻ സൾഫേറ്റ്. സോ ഇതൊരു സിമെട്രിക്കൽ ആൽക്കൈൻ ആയതുകൊണ്ട് ഇവിടെ മാർക്കോണിക്കോ റൂളിനെ കുറിച്ച് ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു അൺസിമെട്രിക്കൽ ആൽക്കൈൻ എടുത്ത് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ മാർക്കോണിക്കോ റൂൾ വെച്ചുകൊണ്ടുള്ള പ്രോഡക്റ്റ്. ഏത് കാർബണിലോട്ടാണ് ഇലക്ട്രോഫൈൽ പോകുന്നത്, ഏത് കാർബണിലോട്ടാണ് ഈ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം പോകുന്നത്, അതൊക്കെ നമുക്ക് നോക്കാം. സോ CH3 CH2. ഓക്കെ. അൺസിമെട്രിക്കൽ ആൽക്കീൻ ഒബ്വിയസ്ലി നിങ്ങൾക്ക് അറിയാം. ഇവിടെ എടുക്കേണ്ടത് H2SO4 എന്ന് പറയുന്ന അതിൻ്റെ അഡീഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. സോ H2SO4 നമുക്ക് ഇങ്ങനെ എഴുതാം, നേരത്തെ എഴുതിയ പോലെ തന്നെ എഴുതുന്നു. OHSO4 H2SO4. ഓക്കെ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിന്റെ കേസിൽ നമ്മൾ ഇതിൻ്റെ അകത്തിൽ ഇലക്ട്രോഫൈൽ ഏതാണെന്ന് നോക്കണം. അതിൻ്റെ അകത്തിൽ ഇലക്ട്രോഫൈൽ എല്ലാത്തിൻ്റെ അകത്തില്ല, നമ്മൾ ഈ പറയുന്ന എല്ലാത്തിൻ്റെ കേസിൽ ഹൈഡ്രജൻ തന്നെയാണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബോണ്ട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നുണ്ട്. ഓട്ടോമാറ്റിക്കലി ആ ബോണ്ട് ഷിഫ്റ്റ് ആകുന്നതനുസരിച്ച് കൊണ്ട് തന്നെ H-ന് പോസിറ്റീവ് ചാർജ് വരും, ഇവിടെ O-ക്ക് നെഗറ്റീവ് ചാർജ് വരും. സോ നമുക്ക് പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം? ഇതൊരു അൺസിമെട്രിക്കൽ ആൽക്കൈൻ ആണെന്ന് കൂടെ നോക്കണം. സോ ഇത് എങ്ങനെയാണ് വരുന്നത്? നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡ് going to the carbon containing lesser number of hydrogen. അതാണ് മാർക്കോണിക്കോ റൂൾ പറയുന്നത്. സോ അക്കോർഡിംഗ് ടു മാർക്കോണിക്കോ റൂള് ഇവിടുത്തെ ഈ കാർബണിലാണ് ഏറ്റവും കുറവ് ഹൈഡ്രജൻ. സോ നെഗറ്റീവ് പാർട്ട് എന്ന് പറയുന്നത് ഇത്രയും പാർട്ടാണ് ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട്. സോ ഈ പാർട്ട് ഈ കാർബണിലാണ് കൊടുക്കേണ്ടത്. സോ H ഇവിടെയും. സോ ഈ ഒരു കേസ് വരുമ്പോൾ മാത്രമേ ഉള്ളൂ H-നും അല്ലെങ്കിൽ നെഗറ്റീവ് പാർട്ടും എങ്ങോട്ട് പോകണം, അല്ലെങ്കിൽ സിമെട്രിക്കൽ ആൽക്കൈനാണെങ്കിൽ ആ ഒരു കേസേ വരുന്നില്ല. സോ ഇവിടെ നമുക്ക് ഒറ്റ പ്രോഡക്റ്റേ കിട്ടത്തുള്ളൂ. CH3 CH ഡബിൾ ബോണ്ട് CH3, ഇവിടെ OSO2 OH. ഇത്രയേ ഉള്ളൂ. ഇപ്പം നിങ്ങൾക്ക് ഇത് OSO2 OH എന്ന് എഴുതില്ല, SO4 H എന്ന് എഴുതാം, അല്ലെങ്കിൽ HSO4 എന്ന് എഴുതാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ഡയറക്റ്റ്ലി ഈ കാർബൺ ഓക്സിജനിലൊക്കെ വേണം അറ്റാച്ച് ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണിക്കാം. സോ അത്രേ ഉള്ളൂ ഈ ഒരു സിമ്പിൾ റിയാക്ഷൻ OSO2 OH. ഇതാണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. സോ ഇതിനെ നമുക്ക് മാർക്കോണിക്കോ പ്രോഡക്റ്റ് എന്നുകൂടെ പറയാം. കാരണം എന്തുകൊണ്ട് ഇത് മാർക്കോണിക്കോ റൂൾ ഒബേ ചെയ്തുകൊണ്ടുള്ള റിയാക്ഷൻ ആണ് ഇതിനെ മാർക്കോണിക്കോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ ഇത് ജനറലി ഇതിന് ആൽക്കൈൽ ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് പറയുന്നത് ഇത് പ്രൊപ്പൈൽ ഗ്രൂപ്പ് അല്ലേ. സോ ഇവിടെ ഈ ഡബിൾ ബോണ്ട് ഇല്ല കേട്ടോ. സോ പ്രൊപ്പൈൽ ഹൈഡ്രജൻ സൾഫേറ്റ്.
അപ്പോൾ നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീനിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ടു ആൽക്കീൻ. ഇത്രയേ ഉള്ളൂ. സിമെട്രിക്കൽ ആൽക്കീൻ എഴുതുന്നതെങ്കിൽ നമ്മൾ മെയിനായിട്ട് മറന്നു പോരാത്ത ഒരേ ഒരു പോയിന്റ് ഉള്ളൂ ഇതിൻ്റെ അകത്തിൽ എന്താണ് ഇൽട്രോഫൈൽ. ഇൽട്രോഫൈൽ എപ്പോഴും H+ ആയിരിക്കും. ഇത് ബ്രേക്ക് ആയിട്ട് ഇതിന് എച്ചിന് പോസിറ്റീവ് ചാർജ് ഓക്സിജൻ നെഗറ്റീവ് ചാർജും വരും. സോ ഈ ഗ്രൂപ്പാണ് ഈ ഏറ്റവും ഹൈഡ്രജൻ കുറവുള്ള കാർബണേറ്റ് പോകുന്നതും ഈ ഹൈഡ്രജൻ ഈ നെക്സ്റ്റ് കാർബണേറ്റും പോയിട്ട് ആ ഒരു ബാലൻസ് സാറ്റിസ്ഫൈ ചെയ്ത് ഒരു പ്രൊപ്പൈൽ ഹൈഡ്രജൻ സൾഫേറ്റ് ആയിട്ട് മാറും. സോ ഇത്രയേ ഉള്ളൂ അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ് ടു ആൽക്കീൻ. സോ നെക്സ്റ്റ് പോവാം. സിമ്പിൾ ആയിട്ടുള്ള റിയാക്ഷൻ അഡീഷൻ ഓഫ് വാട്ടർ ടു ആൽക്കീൻ. സെയിം എങ്ങനെയാണോ സൾഫ്യൂരിക് ആസിഡ് ആൽക്കീനിലേക്ക് ആഡ് ചെയ്ത് പ്രോഡക്റ്റ് കിട്ടിയത് അതുപോലെ തന്നെ വാട്ടർ ആഡ് ചെയ്താൽ എന്താണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുന്നതെന്ന് നോക്കാം. സോ അഡീഷൻ ഓഫ് വാട്ടർ ടു ആൽക്കീൻ. അപ്പോൾ വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ കേസിൽ ഏതാണ് ഇലക്ട്രോഫൈൽ, എന്താണ് നെഗറ്റീവ് ചാർജ് ഉള്ള എൻറ്റിറ്റി എന്നൊക്കെ നോക്കേണ്ടി വരും. എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ആയത്, അതുപോലെ തന്നെ വാട്ടറിനും ഉണ്ട് അങ്ങനെ ഒരു പോർഷൻ. സോ എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്? സിംപ്ലി എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എടുക്കേണ്ട ആൽക്കീൻ എടുക്കുക. ആൽക്കീൻ പ്ലസ് ഈ വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ആസിഡിക് കണ്ടീഷൻ കൊടുത്താൽ മാത്രമേ റിയാക്ഷൻ പ്രോപ്പർ ആയിട്ട് നടക്കത്തുള്ളൂ. സോ സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ഈ ഒരു റിയാക്ഷൻ നടക്കും. ഈ വാട്ടർ ആഡ് ആകും. ഓക്കെ. സോ നമുക്കൊരു ആൽക്കീൻ എടുക്കാം. മെയിനായിട്ട് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ആൽക്കഹോളാണ്. ആൽക്കഹോളാണ് നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്. സോ നമ്മളിവിടെ ഒരു ആൽക്കീൻ എടുക്കുകയാണ്. CH3 C ഡബിൾ ബോണ്ട് CH2 CH3 ഇതാണ് ഇവിടുത്തെ ആൽക്കീൻ. സോ H2O. ഇവിടെ ഞാൻ H+ ഒന്ന് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫ്യൂ ഡ്രോപ്സ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നത് എന്തിനാ ഒരു അസിഡിക് കണ്ടീഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു H+ എന്ന് എഴുതിയിരിക്കുന്നത്. H+ ഉദ്ദേശിക്കുന്ന ആസിഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് എന്നാണ് അതിന്റെ അർത്ഥം. സോ നമ്മുടെ ആൽക്കീൻ എടുത്ത് ഒരു ബ്രാഞ്ചഡ് ആൽക്കീൻ ആണ്. ആൽക്കീൻ എടുക്കുന്നു, ആഡ് ചെയ്യുന്നു, വാട്ടർ ആഡ് ചെയ്യുന്നു. സോ ഇൻ ദ പ്രസൻസ് ഓഫ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് ആസിഡ്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കണം. സോ അതിന് മുമ്പ് അതിൽ ഇലക്ട്രോഫൈൽ എന്താണെന്ന് നോക്കണം. നമുക്ക് H2O സ്പ്ലിറ്റ് ചെയ്ത് H+ എന്നും OH- എന്നും എഴുതാം. സോ ഇലക്ട്രോഫൈൽ ഇതാണ്. ഓക്കെ, ഇതാണ് നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം. ഇവിടെ സെയിം മാർക്കോണിക്കോ റൂൾ ഒബേ ചെയ്തുകൊണ്ടാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്. എന്താണ് മാർക്കോണിക്കോ റൂൾ പറയുന്നത്? നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം ഗോയിങ് ടു ദ കാർബൺ കണ്ടെയ്നിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ. സോ ഇവിടുത്തെ നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡൻഡം OH ആണ്. സോ ഇവിടുത്തെ കാർബൺ കണ്ടെയ്നിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ഏതാണ്? ഒബ്വിയസ്ലി ഈ മിഡിൽ നിൽക്കുന്ന കാർബൺ ആണ്. സോ അതിനെ നമുക്ക് ഹൈഡ്രജൻ ഈ കാർബണിലോട്ടും വരും. സോ പ്രോഡക്റ്റ് വിൽ ബി CH3 CH3. ഇത് സിംഗിൾ ബോണ്ടായി ഈ CH2 CH3 ആയി മാറും. ഇവിടെ ഒരു OH വരും. സോ ഇത്രയേ ഉള്ളൂ റിയാക്ഷൻ. സോ ഇതിന്റെ 2-methyl പ്രൊപ്പൻ 2-ol ഇതൊരു ആൽക്കഹോൾ ആണ്. സോ 2-methyl പ്രൊപ്പൻ 2-ol സെക്കൻഡ് കാർബണിലാണ് OH-ഉം മീഥൈൽ ഗ്രൂപ്പ് ഉള്ളത്. സോ ഇത്രയേ ഉള്ളൂ അതിന്റെ റിയാക്ഷൻ. ഡയറക്റ്റ് ആയിട്ട് നമുക്കൊരു ആൽക്കീൻ എടുക്കാം. ആൽക്കീനിന് വാട്ടർ ആയിട്ട് ആഡ് ചെയ്യുക. ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് നമുക്ക് OH-ഉം H-ഉം ആഡ് ആയിട്ട് അഡീഷൻ ഓഫ് വാട്ടർ അഡീഷന്റെ പ്രോഡക്റ്റ് കിട്ടും. സോ ഇത്രയേ ഉള്ളൂ സിമ്പിൾ റിയാക്ഷൻ ആണ് അഡീഷൻ ഓഫ് വാട്ടർ ടു ആൽക്കീൻ. സോ ഇത് ഒരു ഇലക്ട്രോഫിലിക് അഡീഷന്റെ എക്സാമ്പിൾ. വൈ? ബിക്കോസ് ഓഫ് ഇവിടെ ഒരു ഇലക്ട്രോഫൈൽ ആഡ് ആവുന്നുണ്ട്. ഇലക്ട്രോഫൈലാണ് ആദ്യം പോയി അറ്റാച്ച് ചെയ്യുന്നത് എവിടേക്ക്? ആൽക്കീനിലേക്ക്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇലക്ട്രോഫിലിക് അഡീഷൻ. സോ ഇതെല്ലാം ഇലക്ട്രോഫിലിക് അഡീഷൻ എക്സാമ്പിൾ ആണ്. ഇലക്ട്രോഫൈലിന്റെ ചാർജ് എന്താണ്? എപ്പോഴും പോസിറ്റീവ്. ഇതെല്ലാം ഞാൻ കണ്ടിന്യൂസ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. സോ അടുത്ത ഇത്രയാണ് അഡീഷൻ റിയാക്ഷൻസിന്റെ കീഴിൽ വരുന്നതാണ് ഇത്. ഇത്ര റിയാക്ഷൻസ് ടെക്സ്റ്റ് ബുക്കിൽ ഇതെല്ലാം സെപ്പറേറ്റ് അഡീഷൻ ഓഫ് ഡൈഹൈഡ്രജൻ, അഡീഷൻ ഓഫ് ഹാലജൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്, അഡീഷൻ ഓഫ് സൾഫ്യൂരിക് ആസിഡ്, അഡീഷൻ ഓഫ് വാട്ടർ, ഇതെല്ലാം സെപ്പറേറ്റ് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതെല്ലാം സെയിം ടൈപ്പ് ഓഫ് റിയാക്ഷൻ ആയതുകൊണ്ടാണ് അഡീഷൻ റിയാക്ഷന്റെ കീഴിലേക്ക് ഇതെല്ലാം എഴുതിയിരിക്കുന്നത്. സോ ഇനി അടുത്തൊരു മെയിൻ കാറ്റഗറി ഓഫ് റിയാക്ഷൻ ആണ് ആൽക്കീന്റെ ഓക്സിഡേഷൻ. ആൽക്കീനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് പ്രോഡക്റ്റ് കിട്ടുന്നത്, അല്ലെ ഏതൊക്കെ ഓക്സിഡൈസിങ് ഏജന്റ് യൂസ് ചെയ്ത് നമുക്ക് ഓക്സിഡൈസ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. സോ അടുത്ത മെയിൻ ആയിട്ടുള്ള കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻ. സോ അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് പോവാം. സോ നമുക്ക് മൂന്നാമത്തെ മെയിൻ കാറ്റഗറിയാണ് ഓക്സിഡേഷൻ. സോ ഓക്സിഡേഷനെ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓക്സിഡൈസിങ് ഏജന്റ് KMnO4, K2Cr2O7. KMnO4 എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് അല്ലെങ്കിൽ K2Cr2O7.
K2Cr2O7 ഇതൊക്കെ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. സോ ഇതിൻ്റെയൊക്കെ കേസിൽ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് എടുക്കാം ഒരു ആൽക്കിൻ എടുക്കാം. സിമ്പിൾ ആയിട്ടൊരു ആൽക്കിൻ എടുത്തു കഴിഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഡയലൂട്ട് അക്വസ് KMnO4 ആണ്. സോ അക്വസ് എന്ന് പറയുമ്പോൾ അവിടെ എപ്പോഴും വാട്ടറാണ്, അഡീഷൻ ഓഫ് വാട്ടർ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിട്ട് KMnO4 ഡൈലൂട്ട് ചെയ്തിട്ടാണ് കോൾഡ് അക്വസ് ഡൈലൂട്ട് KMnO4 കിട്ടുന്നത്. സോ പ്ലസ് വാട്ടർ അക്വസ് കണ്ടീഷൻ ആയതുകൊണ്ട് പ്ലസ് ഓക്സിജൻ, ഓക്സിഡേഷൻ കണ്ടീഷൻ ആയതുകൊണ്ട് ഓക്സിജൻ. സോ ഇവിടുത്തെ റിയേജന്റ് ഓക്സിഡൈസിങ് ഏജന്റ് യൂസ് ചെയ്യുന്നത് ഡൈലൂട്ട് KMnO4 സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ, സോ ഇങ്ങനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു അൺസാച്ചുറേഷൻ അല്ലെങ്കിൽ CH2 ഡബിൾ ബോണ്ട് CH2വിനെ ഓക്സിഡൈസ് ചെയ്യുവാണെങ്കിൽ ഡൈലൂട്ട് H2SO4ന്റെ കേസിൽ യൂസ് ചെയ്തുകൊണ്ട് അതിനെ ഓക്സിഡൈസ് ചെയ്യുവാണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഡയോള് കിട്ടും. CH2 ഇവിടെ ഒരു OH, ഇവിടെ ഒരു OH. സോ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് ഡയോൾ, അല്ലെങ്കിൽ ഇതിനെ ഗ്ലൈക്കോൾ എന്ന് പറയും. ഇതിന്റെ കേസിൽ ഇതിന്റെ പേര് എത്തിലീൻ ഗ്ലൈക്കോൾ എന്നാണ്. എത്തിലീൻ ഗ്ലൈക്കോളോ അല്ലെങ്കിൽ 1,2 ഡയോളെന്നോ ഒക്കെ വിളിക്കാം. ഡയോൾ എന്ന് വിളിക്കാൻ കാരണം എന്തുകൊണ്ടാണ്? 2 OH ഗ്രൂപ്പ് അവിടെ ഉള്ളതുകൊണ്ട്. സോ ഇത്രയേ ഉള്ളൂ ഓക്സിഡേഷൻ ഓഫ് ആൽക്കീൻ ടു ഡയോൾസ് ഇൻ ദ പ്രസൻസ് ഓഫ് ഡൈലൂട്ട് KMnO4. ഇപ്പൊ K2Cr2O7 ആണെങ്കിൽ ഇപ്പൊ വേറൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. സോ ബേസ്ഡ് ഓൺ ദാറ്റ് റിയേജന്റ് വി ക്യാൻ സിന്തൈസ് എ വെറൈറ്റി ഓഫ് ഡയോൾസ്. സോ നമുക്ക് K2Cr2O7 വെച്ചുള്ള റിയാക്ഷൻ കൂടെ നോക്കാം. ഇപ്പോൾ ഓക്സിഡേഷൻ നമുക്ക് വീണ്ടും ഒരു അൺസിമെട്രിക്കൽ ആൽക്കൈൻ്റെയും കൂടെ എക്സാമ്പിൾ എടുത്ത് നോക്കാം, എങ്ങനെ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടാവുമോ എന്ന് നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. സോ ഒരു അൺസിമെട്രിക്കൽ ആൽക്കിൻ എടുക്കുന്നു, CH ഡബിൾ ബോണ്ട് CH2 അക്വസ് ഡൈലൂട്ട് KMnO4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. (273 Kelvin എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ഡിഗ്രി സെൽഷ്യസ് റൂം ടെമ്പറേച്ചർ തന്നെ ഈ റിയാക്ഷൻ നടക്കും. സോ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് നമ്മൾ പറഞ്ഞത് എപ്പോഴും ഡയോൾ ആണ് കിട്ടാൻ ചാൻസ് ഉള്ള പ്രോഡക്റ്റ്. സോ ഡയറക്റ്റ് ആയിട്ട് ഓരോ OH ഇവിടെ ഓരോ OH ഇവിടെയും പോയി അറ്റാച്ച് ആയിട്ട് ഒരു ഡയോൾ നിങ്ങൾക്ക് കിട്ടും. സോ പ്രോഡക്റ്റ് വിൽ ബി CH3 CH സിംഗിൾ ബോണ്ട് CH2 OH. ഇതാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടേണ്ട ഡയോള്. സോ പ്രോഡക്റ്റ് അവിടെ കിട്ടി. സോ ഈ ഡൈലൂട്ട് KMnO4 അക്വസ് ഡൈലൂട്ട് KMnO4 എന്ന് പറയുന്ന മറ്റൊരു നെയിമാണ് ബേയേഴ്സ് റിയേജന്റ്. സോ എക്സാമിന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക ഇപ്പൊ അവർ ആൽക്കീനും ബേയേഴ്സ് റിയേജന്റുമായിട്ടുള്ള റിയാക്ഷൻ. സോ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, ബേയേഴ്സ് റിയേജന്റ് അത് മാത്രം എഴുതിയാലും മതി. ഇപ്പൊ എക്സാമിന് ഡയറക്റ്റ് ആൽക്കീൻ ഓൺ റിയാക്ടിംഗ് വിത്ത് ബേയേഴ്സ് റിയേജന്റ് ഗിവ്സ് വാട്ട്, എപ്പോഴും ഒരു ഡയോൾ ആയിരിക്കും അവിടുത്തെ പ്രോഡക്റ്റ്. സോ ഇവിടുത്തെ ഡയോൾ എന്താ? പ്രൊപ്പൈൻ 1,2 ഡയോൾ, ഇതാണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. സോ ഇതാണ് ഈ ഒരു കേസ് വരുന്നത്. സോ ഇവിടെ ഡൈലൂട്ട് KMnO4 യൂസ് ചെയ്തു, അതുകൊണ്ടാണ് അതിനെ ബേയേഴ്സ് റിയേജന്റ് അല്ലെങ്കിൽ ബേയേഴ്സ് റിയേജന്റ് പ്രസൻസിൽ ഉള്ള റിയാക്ഷൻ. സോ നമ്മൾ ഇവിടുത്തെ കണ്ടീഷൻ ഒന്ന് മാറ്റുമോ? സെയിം KMnO4 യൂസ് ചെയ്യണം, പക്ഷെ അവിടെ അസിഡിന്റെ പ്രസൻസിൽ അല്ലെങ്കിൽ അസിഡിക് കണ്ടീഷനിൽ ഈ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും പ്രോഡക്റ്റ് കിട്ടുന്നതെന്ന് നമുക്കൊന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, സോ സെയിം ഓക്സിഡേഷൻ റിയാക്ഷൻ തന്നെ, സെയിം ഓക്സിഡേഷൻ ഏജന്റും KMnO4 ആണ്. പക്ഷെ ഇവിടെ ഒരു അസിഡിക് റിയേജന്റ് അല്ലെ ആസിഡിന്റെ പ്രസൻസിലാണ് ഈ റിയാക്ഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത്. സോ എന്താണ് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ്, അല്ലെങ്കിൽ പ്രോഡക്റ്റിന് എന്തെങ്കിലും വേരിയേഷൻ വരുമോ എന്നുള്ളത് നമുക്ക് ഒന്ന് 2 എക്സാമ്പിൾ നോക്കാം. സോ ഇവിടെ ഒരു ആൽക്കിൻ എടുത്തു കഴിഞ്ഞാൽ CH3 ടോയ്സ് C ഡബിൾ ബോണ്ട് CH2. ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെയിം നിങ്ങൾ എടുക്കുന്ന പ്രൊപ്പീൻ തന്നെയാണ്, പക്ഷേ സെക്കൻഡ് കാർബണിൽ ഒരു CH3 കൂടെ ഉണ്ട്, അത്രയേ ഉള്ളൂ വ്യത്യാസം. ഓക്കെ, സോ ഇവിടെ KMnO4 ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ്. ആസിഡിനെ എപ്പോഴും സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് H+ എന്ന് പറയുന്ന റിയേജന്റ് വെച്ചുകൊണ്ടാണ്. സോ ഇവിടെ എപ്പോഴും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്നത് എപ്പോഴും ആസിഡിന്റെ പ്രസൻസിലാണ് ഇത് ചെയ്യുന്നതെങ്കിൽ എപ്പോഴും നമ്മളിവിടെ എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഒന്നുകിൽ കീറ്റോൺ അല്ലെങ്കിൽ ആസിഡ്. ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും ഒരു കീറ്റോൺ ആയിരിക്കും കിട്ടുന്ന പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ഇവിടെ ഒരു കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. കീറ്റോൺ എന്ന് ഉദ്ദേശിക്കുന്നത് C ഡബിൾ ബോണ്ട് ഓഫ് ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് കീറ്റോണുകളാണ്. കാർബോക്സിലിക് ആസിഡ് എന്നത് C ഡബിൾ ബോണ്ട് OH, ഈ ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നതിനെയാണ് കാർബോക്സിലിക് ആസിഡ് തന്നെ. സോ ഇങ്ങനത്തെ ടൈപ്പ് റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കീറ്റോൺ ഓർ ആസിഡ് ആണ്. സോ
കീറ്റോൺ എപ്പോൾ കിട്ടും, ആസിഡ് എപ്പോൾ കിട്ടും എന്നുള്ളത് നമ്മൾ എടുക്കുന്ന ബേസ്ഡ് ഓൺ വിച്ച് ആൽക്കീൻ യു ആർ ടേക്കിംഗ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ആയിട്ട്. സോ ഈ കേസിൽ നമുക്ക് കിട്ടുന്ന ഈ ഒരു ആൽക്കീനാണ് നിങ്ങൾ ഇപ്പോൾ എടുക്കുന്നത്, നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കീറ്റോൺ ആയിരിക്കും. സോ റിയാക്ഷൻ ഈസ് ഡയറക്ട്ലി ലൈക്ക് ദിസ് സി ഡബിൾ ബോണ്ട് O. ഓക്കെ, സോ CH3 ടോയ്സ് C ഡബിൾ ബോണ്ടോ. സോ ഇതൊരിപ്പോൾ ഒരു കീറ്റോൺ ആയി. സോ ഞാൻ പറഞ്ഞു C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് വരുന്നതാണ് കീറ്റോൺ. So depends on the condition and depends on which alkene you are taking. Product also varies. Ketone ആണോ അല്ലെങ്കിൽ കാർബോക്സിലിക് ആസിഡ് ആണോ കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾ ഏത് ആൽക്കീൻ എടുക്കുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത്. ഇപ്പം നമ്മൾ വേറൊരു ആൽക്കീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു എന്താണ് പ്രോഡക്റ്റ് കിട്ടുന്നതെന്ന് നോക്കാം. സോ ഇത് തന്നെയാണ് ഞാൻ സെയിം ഇവിടെ എഴുതിയേക്കുന്നത്. സോ നമുക്കൊരു ബ്യൂട്ടീൻ എടുത്ത് നോക്കാം. സെയിം ബ്യൂട്ടി 2 ഓക്കെ. അപ്പോൾ നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ച പോലെ തന്നെ മനസ്സിലാവും, ഈ ഒരു ബോണ്ട് ബ്രേക്ക് ആയിട്ടാണ് ഇവിടെ ഒരു കീറ്റോൺ നിങ്ങൾക്ക് ഫോം ആയി കിട്ടിയിരിക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബൺ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ടാണ് അവിടെ ഒരു കീറ്റോൺ നമുക്ക് കിട്ടിയത്. സോ ഇവിടുത്തെ കാർബണും ഹൈഡ്രജനും കൂടെ നമുക്ക് ഇപ്പോൾ എങ്ങനെ ബ്രേക്ക് ആയിട്ട് ഇവിടെ വേണമെങ്കിൽ ഒരു മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് പ്ലസ് CO2 പ്ലസ് അവിടെ ഒരു വാട്ടറും എലിമിനേറ്റ് ആയി പോകുന്നുണ്ട്. സോ അതാണ് അവിടുത്തെ ബൈ പ്രോഡക്റ്റ്. സോ ഈ കേസ് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ കാർബൺ ബോണ്ടാണ് ക്ലീവ് ആയിട്ട് ഇവിടുത്തെ പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ ഈ കേസിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പ്രോഡക്റ്റ് 2 മോളിക്യൂൾ അസറ്റിക് ആസിഡാണ് ഓർ എത്തനോയിക് ആസിഡ്. അസറ്റിക് ആസിഡ് എന്നുള്ള കോമൺ നെയിമാണ്, അല്ലെങ്കിൽ എത്തനോയിക് ആസിഡ് എന്ന് വിളിക്കുക. സോ ഇതൊരു കാർബോക്സിലിക് ആസിഡാണ്. ഇപ്പോൾ ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ഇങ്ങനെ ഒരു ആൽക്കീൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് നിങ്ങൾക്ക് കാർബോക്സിലിക് ആസിഡ് പ്രോഡക്റ്റ് ആയിട്ട് കിട്ടി. ആ സമയത്ത് ഒരു ടെർമിനൽ ആൽക്കീൻ ഉദ്ദേശിക്കുന്ന ചെയിൻ്റെ എൻഡിലാണ് ആൽക്കീൻ്റെ ഡബിൾ ബോണ്ടെങ്കിൽ അതിന് ടെർമിനൽ ആൽക്കീൻ എന്ന് വിളിക്കുക. സോ ടെർമിനൽ ആൽക്കീൻ എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ ഒരു കാർബോക്സിലിക് ആസിഡ് കീറ്റോൺ ഇവിടെ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടിയത്. സോ കീറ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ടോ ഫങ്ഷണൽ ഗ്രൂപ്പ്, കാർബോക്സിലിക് ആസിഡ് എന്ന COOH ഫങ്ഷണൽ ഗ്രൂപ്പ്. സോ ബേസ്ഡ് ഓൺ ദ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ ബട്ട് കണ്ടീഷൻ രണ്ട് സെയിം ആണ്. അസിഡിക് KMnO4, ആസിഡിന്റെ പ്രസൻസ് KMnO4ന്റെ ഓക്സിഡേഷൻ ആണ് ഇങ്ങനത്തെ രീതിയിലൊരു പ്രോഡക്ട്സ് തരുന്നത്, കീറ്റോൺ ഓർ കാർബോക്സിലിക് ആസിഡ്. പക്ഷേ ബേസ് റിയേജന്റ് ആണ്. ഡയറക്ട്ലി ഡയലറ്റ് KMnO4 ആണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അവിടെ ഡയോൾ ആണ് യൂസ് ചെയ്യുന്നത്. 2 കാർബണിലേക്ക് അല്ലെങ്കിൽ ആൽക്കീനിന് അക്രോസ് ആയിട്ട് 2 OHും ഈക്വലി അങ്ങോട്ടും ഇങ്ങോട്ടും ആടായിട്ട് ഡയോൾ ഫോം ചെയ്യുന്നു. അടുത്തൊരു കേസാണ് ഡയലറ്റ് KMnO4ൽ കീറ്റോണും കാർബോക്സിലിക് ആസിഡ്. സോ ഇത്രയേ ഉള്ളൂ ഓക്സിഡേഷൻ റിയാക്ഷൻ. സോ നെക്സ്റ്റ് റിയാക്ഷനിലോട്ട് നമുക്ക് പോകാം. ഓസോണോളിസിസ് റിയാക്ഷൻ. ഓസോണോളിസിസും വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടിയാണ് ആൽക്കീൻ്റെ. സോ ഓക്സിഡേഷൻ നമ്മൾ കഴിഞ്ഞു. ഇനി ഓസോണോളിസിസിലേക്ക് പോകും. ഓസോണോളിസിസ് എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് ഓസോൺ നിങ്ങൾക്ക് അറിയാം. എന്താണ് ഓസോൺ? O3 ഇതാണ് ഓസോൺ. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ ഓസോൺ എന്താണ്. സോ എങ്ങനെ ഓസോൺ ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്യും? സോ സിമ്പിൾ റിയാക്ഷൻ ഇത്രയേ ഉള്ളൂ. ഓസോൺ ഫസ്റ്റ് ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു ഫോമാണ് ഓസണൈഡ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്യും. സോ ഓക്കെ, അപ്പോൾ ഓസണൈഡിന് എന്താ സംഭവിക്കുന്നത്? സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ, ഇറ്റ്സ് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ. സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടറിൽ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഓസണൈഡ് ബ്രേക്ക് ആയിട്ട് 2 പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യും. ഒന്ന് 2 ആൽഡിഹൈഡ് ആണ് ഫോം ചെയ്യാനുള്ള ചാൻസ് കൂടുതൽ. ആൽഡിഹൈഡോ അല്ലെങ്കിൽ കീറ്റോണോ ഫോം ചെയ്യാം. നമ്മൾ ഏത് ആൽക്കീൻ എടുക്കുന്ന അനുസരിച്ചുകൊണ്ടിരിക്കും ആൽഡിഹൈഡ് ആണോ കീറ്റോൺ ആണോ ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, അപ്പോൾ ഓസോണോളിസിന്റെ മെയിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓസോൺ ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഓസണൈഡ് ഉണ്ടാകുന്നു. ഓസണൈഡ് ഫോം ചെയ്യും. ഓസണോയിഡ് പിന്നെ സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടറിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേന് ഈ ഓസണൈഡ് ബ്രേക്ക് ആയിട്ട് ആൽഡിഹൈഡോ ഓർ കീറ്റോൺ പ്രോഡക്റ്റ് ആയിട്ട് കിട്ടും. ആൽഡിഹൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ട് OH, ഇതാണ് ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ്. കീറ്റോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ C ഡബിൾ ബോണ്ട് O.
ഇതാണ് ആൽഡിഹൈഡ് കീറ്റോൺ. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്, എക്സ്പെക്ട് ചെയ്യുന്ന പ്രോഡക്റ്റ്. സോ ഇതിന്റെ എങ്ങനെയാണ് കറക്റ്റ് ഓസോണോഡ്സ് റിയാക്ഷൻ നടക്കുന്നത് എന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിന്റെ ബേസിൽ നമുക്ക് നോക്കാം. സ്റ്റെപ്പ് വൈസ് നമുക്ക് ഓസോണോഡ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. വളരെ സിമ്പിൾ ആണ്, പക്ഷെ എഴുതുമ്പോഴത്തേന് കുറച്ച് നെറ്റ്വർക്ക് സ്ട്രക്ചർ പോലൊക്കെ തോന്നും, പക്ഷെ വളരെ സിമ്പിൾ ആണ്. നമുക്കൊരു സിമ്പിൾ എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഇപ്പൊ ഇവിടെ പ്രൊപ്പീൻ തന്നെ എടുക്കാം. CH3 CH ഡബിൾ ബോണ്ട് CH2, ഓക്കെ, പ്ലസ് O2 O3. O2 ആണെങ്കിൽ ഡയോക്സിജൻ ആണ്, ജസ്റ്റ് ഓക്സിജൻ മാത്രമാണ് O2. സോ ഓസോൺ എപ്പോഴും O3 ആണ്. ഓക്കെ, ഇനി നമുക്ക് റിയാക്ഷൻ നോക്കാം എങ്ങനെയാണ് ഈ ഓക്സിജൻ ആഡ് ചെയ്യപ്പെടുന്നത്. സോ എപ്പോഴും ഈ നമ്മൾ എന്ത് റിയേഞ്ച് എടുത്താലും ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ഈ ആൽക്കീൻ അല്ലെങ്കിൽ CC ഡബിൾ ബോണ്ട് ഇടയിലോട്ടാണ് ഇത് പോകുന്നത്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? CH3 CH, ഒരു ഓക്സിജൻ ഇവിടെ ഇങ്ങനെയാണ് ബോണ്ട് ഫോം ചെയ്യുന്നത്. ഇവിടെ ഒരു ഓക്സിജൻ, ഇവിടെ ഒരു ഓക്സിജൻ, ഇങ്ങനെ. സോ ഇതിനെയാണ് ഓസണൈഡ് എന്ന് പറയുന്നത്. ഓസണൈഡ്. ഓക്കെ, സോ ദിസ് ഈസ് കാൾഡ് ഓസണൈഡ്. ഈ O3 3 ഓക്സിജനും കാർബണുമായിട്ട് ബോണ്ട് ഫോം ചെയ്യും. എക്സാക്ട്ലി ഈ കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഇങ്ങനെ ഒരു നെറ്റ്വർക്ക് സ്ട്രക്ചർ പോലെ വരുന്നു. സോ ഇതാണ് ഇവിടുത്തെ ഒരു ഇന്റർമീഡിയറ്റ്, ഓസണൈഡ് ഇന്റർമീഡിയറ്റ്. സോ ഇത് സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടറിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേന് ഈ ഓസണൈഡിന്റെ നെറ്റ്വർക്ക് അങ്ങ് ബ്രേക്ക് ആയിട്ടാണ് നമ്മുടെ പ്രോഡക്റ്റ് കിട്ടുന്നത്. സോ ഇത് എങ്ങനെ ബ്രേക്ക് ആവും ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ബ്രേക്ക് ആവും, ഇങ്ങനെ ഒരു ബ്രേക്ക് ഫോം ചെയ്യും. സോ ഇതാണ് ഇവിടുത്തെ ബ്രേക്കേജ്. സോ സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടറിൽ ഈ ഓസണൈഡ് ബ്രേക്ക് ചെയ്ത് നമുക്ക് രണ്ട് പ്രോഡക്റ്റ് കിട്ടും. സോ ഇവിടുത്തെ പ്രോഡക്റ്റ് CH3 CHO, ഇത് CHO അല്ലെങ്കിൽ C ഡബിൾ ബോണ്ട് OH, രണ്ടും ശരിയാണ്. ഇതൊരു ആൽഡിഹൈഡ് ആണ്, അസറ്റാൽഡിഹൈഡ്, പ്ലസ് HCHO, മെത്തനാൽ. ഓക്കെ, അസറ്റാൽഡിഹൈഡ് ഓർ എത്തനാൽ, ഫോർമാൽഡിഹൈഡ് ഓർ മെത്തനാൽ, എല്ലാം സെയിം തന്നെയാണ്. എത്തനാൽ ഓർ അസറ്റാൽഡിഹൈഡ് എന്ന് പറയും. ഇത് ഫോർമാൽഡിഹൈഡ് അല്ലെങ്കിൽ മെത്തനാൽ. സോ ഇതാണ് ഇവിടുത്തെ റിയാക്ഷൻ. ഇങ്ങനെ ഒരു ആൽക്കീൻ എടുക്കുന്നു, അതിനെ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്യിക്കുന്നു. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു ഇന്റർമീഡിയറ്റ് ആണ് ഓസണൈഡ്. ഇമ്മീഡിയറ്റ്ലി സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആ ഓസണൈഡ് ബ്രേക്ക് ആയിട്ട് രണ്ട് പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. ബ്രേക്കേജ് എക്സാക്ട്ലി ഇങ്ങനെ എഴുതണം. ഇതൊരിപ്പോൾ ഒരു വീടിന്റെ സ്ട്രക്ചറിൽ നിങ്ങൾ ആ ഒരു ഇത് എഴുതി കഴിഞ്ഞാൽ പിന്നെ എക്സാക്ട്ലി ഈ ഒരു ഓക്സിജനെ അങ്ങ് വിട്ട് കളയുക. ബാക്കി ഇങ്ങനെ എക്സാക്ട്ലി ഒരു C പോലെ രണ്ട് സൈഡിലും കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ട രണ്ട് ആൽഡിഹൈഡ് പ്രോഡക്റ്റും കിട്ടും. ഓക്കെ, അതാണ് ഇവിടെ കിട്ടിയ രണ്ട് പ്രോഡക്റ്റും ആൽഡിഹൈഡ്. കീറ്റോൺ കിട്ടുന്ന ഒരു സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ നമുക്ക് എടുക്കാം. ഏത് എടുത്തു കഴിഞ്ഞാൽ ഒരു കീറ്റോൺ പ്രോഡക്റ്റ് കിട്ടും, അല്ലെങ്കിൽ വേറൊരു ആൽക്കീൻ ഓസോണുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ്. സോ ഇതൊരു ഇലക്ട്രോഫിലിക് അഡീഷന്റെ ഒന്നും റിയാക്ഷൻ അല്ല, ജസ്റ്റ് ഓസോണായിട്ടുള്ള റിയാക്ഷൻ ആണ്. സോ ഇവിടെ ഒരു വേറെ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ CH3 ഡബിൾ ബോണ്ട് CH2 പ്ലസ് O3, ഓസോൺ തന്നെയാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. സോ ഇവിടെ സെയിം ഓക്സിജനെ ഈ ഡബിൾ ബോണ്ട് അക്രോസ് ആയിട്ട് ആഡ് ചെയ്യണം. സോ നമ്മൾ ഇങ്ങനെ എഴുതുന്നു, CH3 ഇവിടെ ബോണ്ട് ഇല്ല, ഓക്സിജൻ, പിന്നെ ഈ CH2, ബാക്കിയുള്ള രണ്ട് ഓക്സിജൻ ചേർന്നൊരു വീട് പോലത്തെ സ്ട്രക്ചർ നമുക്ക് കിട്ടി. ഇനിയും ഡയറക്റ്റ് സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ റിയാക്ട് ചെയ്ത് അപ്പോൾ നമുക്കിവിടെ ഓസണൈഡ് കിട്ടി. ഇവിടുത്തെ ഓസണൈഡ്. ഓക്കെ, ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പോകേണ്ട സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ മാത്രം നോക്കിയാൽ മതി. H2O ഡയറക്റ്റ് ആയിട്ട് ഈ ഓസണൈഡ് ബ്രേക്ക് ചെയ്ത് ഇങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണെന്ന് നോക്കാം. സോ ഇവിടെ എല്ലാം ഡബിൾ ബോണ്ട് വരും, ഇവിടെ ഡബിൾ ബോണ്ട് വരും, ഇവിടെ ഡബിൾ വരും. ഓക്കെ, സോ ഇവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് CH3 C ഡബിൾ ബോണ്ടോ CH3. ഇതാണ് ഈ പാർട്ട്. സോ ഫസ്റ്റ് പാർട്ടാണ് ഇപ്പോൾ എഴുതിയത്. സെക്കൻഡ് പ്രോഡക്റ്റ് കിട്ടേണ്ടത് HCH തന്നെ, മെത്തനാൽ തന്നെ. ഓക്കെ, ഇത് മെത്തനാൽ പ്രോഡക്റ്റ്, മെത്തനാൽ. ഇത് അസറ്റോൺ എന്ന് നമ്മൾ കോമൺ നെയിം പറയാല് പ്രൊപ്പൻ 2 എന്ന് വിളിക്കാം. നിങ്ങൾ കീറ്റോണിന്റെ നെയിമിംഗ് ഒക്കെ പഠിക്കുന്നതാണ്. പ്രൊപ്പനോൺ.
NONE. ഓക്കെ, പ്രൊപ്പനോൾ. സോ ഇതാണ് ഓസോണിന്റെ ആയിട്ടുള്ള ആൽക്കീൻ്റെ റിയാക്ഷൻ. സിമ്പിൾ റിയാക്ഷൻ ആണ്. ഓസോൺ എടുക്കുക, ആൽക്കീനുമായിട്ട് റിയാക്ട് ചെയ്യുക. അപ്പം നമുക്ക് കിട്ടുന്ന കോംപ്ലക്സ് ആണ് ഓസോണൈഡ്. ഓസോണൈഡിന് സിങ്ക് ഇൻ പ്രസൻസ് ഓഫ് വാട്ടർ ഡയറക്റ്റ് ക്ലീവ് ചെയ്യുക. കിട്ടുന്ന പ്രോഡക്റ്റ് ഇവിടെ ഇപ്പം കിട്ടിയത് ഒരു കീറ്റോണും ഒരു ആൽഡിഹൈഡുമാണ്. വേറെ ഇപ്പം നിങ്ങൾക്ക് തരുന്ന എക്സാമ്പിൾ അനുസരിച്ചുകൊണ്ട് അവിടുത്തെ പ്രോഡക്റ്റുകൾ വേണമെങ്കിൽ ആൽഡിഹൈഡും ഉണ്ടാവും, അല്ലെങ്കിൽ കീറ്റോണും ആൽഡിഹൈഡും ഉണ്ടാവും. വേറെ പ്രോഡക്റ്റ് ഒന്നും ഉണ്ടാകത്തില്ല. ഒന്നുകിൽ ആൽഡിഹൈഡ് അല്ലെങ്കിൽ കീറ്റോണ്, അല്ലെങ്കിൽ രണ്ടും ആൽഡിഹൈഡ്, അല്ലെങ്കിൽ ഒരു കീറ്റോണും ഒരു ആൽഡിഹൈഡ്. ഇങ്ങനത്തെ രീതിയിലായിരിക്കും പ്രോഡക്റ്റ് ഫോം ചെയ്യുന്നത്. സോ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. ഈവൻ ഞാൻ SSLC പോട്ടെ, +1 കെമിസ്ട്രി എക്സാമിന് എനിക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഓസോണിലിസിസ് റിയാക്ഷൻ എന്താണെന്നുള്ളതും അതിന്റെ ഒരു പർട്ടിക്കുലർ സെയിം ടെക്സ്റ്റിലെ എക്സാമ്പിൾ തന്നെയാണ് എനിക്കും ചോദിച്ചത്. സോ കണ്ടിന്യൂസ്ലി മിക്കവാറും ചോദിക്കാനുള്ള റിയാക്ഷൻ ആണ് വാട്ട് ഈസ് ഓസോണോളിസിസ്, അല്ലെങ്കിൽ എന്താണ് ഓസോണോളിസിസ്, അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ തന്നിട്ട് ഇത്രയും പാട്ട് തരും. ഇത്രയും പാട്ട് തന്നിട്ട് ആരോഗ്യപ്പുറം നമ്മൾ ഫില്ല് ചെയ്യുക A+B, അല്ലെങ്കിൽ A+B ഗീവ്സ് C+D. അവിടുത്തെ C+D രണ്ട് പ്രോഡക്റ്റും പ്രെഡിക്റ്റ് ചെയ്യാനുള്ള റിയാക്ഷൻ ആണ്. വളരെ സിമ്പിൾ റിയാക്ഷൻ ആണ്. ഇവിടെ ജസ്റ്റ് ഓസോണൈഡ് എങ്ങനെയാണ് ഓസോണൈഡ് ഫോം ചെയ്യുന്നത്, എങ്ങനെയാണ് ബ്രേക്ക് ചെയ്യുന്നത് മാത്രം അറിഞ്ഞിരുന്നാൽ മാത്രം മതി. സോ അത്രയേ ഉള്ളൂ ഓസോണോളിസിസ് റിയാക്ഷൻ. സോ ഒരു മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ റിയാക്ഷൻ ആയിരുന്നു ഓസോണോളിസിസ് വിത്ത് ആൽക്കീൻ. സോ ലാസ്റ്റ് വൺ ആണ് പോളിമറൈസേഷൻ റിയാക്ഷൻ. സോ നമ്മൾ ഇത്രയും കഴിഞ്ഞു. അഡീഷൻ റിയാക്ഷൻ കഴിഞ്ഞു, ഓക്സിഡേഷൻ കഴിഞ്ഞു, ഓസോണോളിസിസ് കഴിഞ്ഞു. ലാസ്റ്റ് ആണ് പോളിമറൈസേഷൻ. ഇതിലും വളരെ ഒരു സിമ്പിൾ റിയാക്ഷൻ ആണ് പോളിമറൈസേഷൻ. ഇപ്പം നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പം സ്ഥിരമായിട്ട് എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് പോളിമർ, അല്ലെങ്കിൽ പോളിത്തീൻ കവർ, അല്ലെങ്കിൽ പോളിത്തീൻ ബാഗ് എന്നൊക്കെ കേൾക്കാറുണ്ട്. പോളിത്തീൻ ബാഗ് അല്ലെങ്കിൽ പോളിത്തീൻ കവർ, ഇതെല്ലാം ഒരു പോളിമറാണ്. എന്താണ് പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ യൂണിറ്റ് അതിങ്ങനെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാകുന്ന ഒരു ബിഗ്ഗർ യൂണിറ്റ് ആണ് പോളിമർ എന്ന് പറയുന്നത്. ഇപ്പൊ പോളിത്തീന്റെ കേസിലാണെങ്കിൽ, അല്ലെങ്കിൽ പോളിത്തീനെ നമ്മൾ പറയുന്നൊരു വേറൊരു പേരാണ് പോളിയെത്തീൻ. ഓക്കെ, പോളിഎത്തിലീൻ. സോ ഇവിടുത്തെ ഒരു സ്മാളസ്റ്റ് യൂണിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്തിലീൻ ആണ്, അല്ലെങ്കിൽ ഈത്തീൻ. ഇതാണ് ഇവിടുത്തെ സ്മാളസ്റ്റ് യൂണിറ്റ്. സോ ഇതിങ്ങനെ ആഡായി ഒരു മോളിക്കൂൾ, 2 മോളിക്കൂൾ, 3 ഇങ്ങനെ ആഡായി കിട്ടുന്ന ഒരു ബിഗ് മോളിക്കൂളിനെയാണ് നമ്മൾ പറയുന്നത് പോളിമർ. സോ പോളിമറിന് എപ്പോഴും മോളിക്കുലർ വെയിറ്റ് ഹൈ ആയിരിക്കും. കമ്പയർഡ് ടു ഒരു ഈതേൻ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 10,000 ടൈംസ് ആയിരിക്കും പോളിയെത്തിലിന്റെ വെയിറ്റ്. ഓക്കെ, സോ ഇത്രയേ ഉള്ളൂ. എന്താണ് പോളിയെത്തിലിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, പോളിത്തീൻ അല്ലെങ്കിൽ പോളിമറൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. മോണോമേഴ്സ് ആഡ് ചെയ്തൊരു പോളിമറായി മാറുന്ന ഒരു പ്രോസസ് അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പിനാണ് പോളിമറൈസേഷൻ എന്ന് പറഞ്ഞത്. മോണോമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മോളസ്റ്റ് സിമ്പിൾ യൂണിറ്റ് ഓഫ് എ പോളിമറിനെയാണ് മോണോമർ എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ എന്താ, സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ പോളിമർ, അതൊക്കെയാണ് മോണോമർ. ഓക്കെ, സോ ഈ കേസിൽ പോളിത്തീന്റെ കേസിൽ അല്ലെങ്കിൽ പോളിയെത്തിലീന്റെ കേസിൽ മോണോമർ എത്തിലീനാണ്. ഇപ്പൊ PVC എല്ലാവരും കേട്ടുള്ള PVC പൈപ്പ് എന്ന് വെച്ചാൽ പോളിവിനൈൽ ക്ലോറൈഡ്. പോളിവിനൈൽ ക്ലോറൈഡിന്റെ കേസിലെ മോണോമർ എന്താണ്? പോളിവിനൈൽ PV. ക്ലോറൈഡ് എന്ന് വെച്ചാൽ പോളിവിനൈൽ ക്ലോറൈഡിന്റെ എടുക്കുക, PV. ഇപ്പൊ എത്തിലീന്റെ കേസ് എടുത്തിട്ട് അവർ ക്ലോറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അങ്ങനെ കിട്ടുന്ന നമുക്കൊരു പോളിമറാണ് പോളിവിനൈൽ ക്ലോറൈഡ്. സോ സിമ്പിൾ ആയിട്ടുള്ള 1-2 എക്സാമ്പിൾ നിങ്ങൾക്ക് പഠിച്ചാൽ മതി. ഇപ്പൊ എത്തിലീന്റെ തന്നെ എടുക്കുക, അല്ലെങ്കിൽ PVC, നമുക്ക് സിമ്പിൾ 2 എക്സാമ്പിൾ പഠിച്ചു വെക്കുക. പക്ഷേ എപ്പോഴും പോളിമറൈസേഷൻ നടക്കുന്നത് ഹൈ ടെമ്പറേച്ചറിൽ ആൻഡ് ഹൈ പ്രഷർ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ കാറ്റലിസ്റ്റ്, സൂട്ടബിൾ ആയിട്ടുള്ള കാറ്റലിസ്റ്റ് യൂസ് ചെയ്താൽ മാത്രമേ പോളിമറൈസേഷൻ റിയാക്ഷൻ നടക്കത്തുള്ളൂ. സോ ഡയറക്ട്ലി ഇപ്പൊ N മോളിക്യൂൾസ് ഓഫ് CH2 ഡബിൾ ബോണ്ട് CH2 യൂസ് ചെയ്യുകയെന്ന് വിചാരിക്കുക. നിങ്ങൾ N മോളിക്യൂൾസ് അത്രയും ക്വാണ്ടിറ്റി വേണം, കാരണം എത്തിലീൻ്റെ മാക്സിമം ക്വാണ്ടിറ്റി എടുത്താൽ അത് വീണ്ടും ആഡായി നമുക്ക് പോളിമർ എടുത്തുള്ളൂ. സോ N മോളിക്യൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പറിൽ 1-2 മോളിക്യൂൾ അല്ല, N നമ്പർ ഓഫ് എത്തിലീൻ മോളിക്യൂൾ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ കണ്ടീഷൻ ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ. പ്രസൻസ് ഓഫ് സ്യൂട്ടബിൾ കാറ്റലിസ്റ്റ്. ഒരു വണ്ടർഫുൾ എത്തിലീൻ്റെ ഒക്കെ കേസിലൊരു വെരി ഗുഡ് കാറ്റലിസ്റ്റ് ആണ് സീഗ്ലർനാട്ട കാറ്റലിസ്റ്റ്. അതൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല, പക്ഷേ ഒരു PSC ക്വസ്റ്റ്യൻ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് സീഗ്ലർനാട്ട കാറ്റലിസ്റ്റ്, അല്ലെങ്കിൽ എവിടെയാണ് യൂസ് ചെയ്യുന്നത്. സോ ഈ പോളിമറൈസേഷൻ ഒക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടൊരു കാറ്റലിസ്റ്റ് ആണ് സീഗ്ലർനാട്ട കാറ്റലിസ്റ്റ്. ഈ കാറ്റലിസ്റ്റിന്റെ എവല്യൂഷനിലൂടെയാണ് പോളിമർ എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ, ഇത്രയും പോളിമർ കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് തന്നെ വളരെ ഗ്രോത്ത് ഉണ്ടാകാൻ ഒരു കാരണമായ ഒരു സാധനമാണ് സീഗ്ലർനാട്ട കാറ്റലിസ്റ്റിന്റെ ഇൻവെൻഷൻ. സോ അതുകൊണ്ട് തന്നെ ആ കാറ്റലിസ്റ്റിന്റെ ഒരു ഇത്ര വലിയ ഇമ്പോർട്ടൻസ് കാരണം അതിന്റെ കണ്ടുപിടിച്ച സയന്റിസ്റ്റിന് നോബൽ പ്രൈസ് വരെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ സിമ്പിൾ ഞാൻ മെൻഷൻ ചെയ്യുന്നതുള്ള എന്താണ് സീഗ്ലർനാട്ട കാറ്റലിസ്റ്റ് എന്ന്, ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു കാറ്റലിസ്റ്റ് ആണ്. സോ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് പോളിമർ. സോ പോളിമർ എങ്ങനെ എഴുതാം? പോളിമറിന്റെ റെപ്രസെന്റേഷൻ എപ്പോഴും എഴുതണം
എൻ ടൈംസ്. ഇതാണ് പോളിത്തീൻ്റെ റെപ്രസെൻറ്റേഷൻ. ഈ ഡബിൾ ബോണ്ട് മാറ്റിയിട്ട് ഈ ബോണ്ട് ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നതിന്റെ കാരണം എന്താ, ഇങ്ങനെയാണ് പോളിമറിൻ്റെ അകത്ത് എത്തിലീൻ ഇരിക്കുന്നത്. CH2 അടുത്ത CH2 ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇങ്ങനെ പോവാം. സോ നമുക്കിങ്ങനെ വലിയ ലെങ്തി ചെയിൻ എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഒരു CH2 യൂണിറ്റ് എത്തിലീൻ യൂണിറ്റ് എടുത്തിട്ട് ഇങ്ങോട്ടും അങ്ങോട്ടും ബോണ്ട് എക്സ്റ്റെൻഡ് ആണെന്നുള്ളത് കാണിക്കുന്നു. കൂട്ടത്തിൽ ബ്രാക്കറ്റ് ഇട്ടിട്ട് എൻ ടൈംസ് എൻ മോളിക്യൂൾസ് ആണ് പോകുന്നത്. നമ്മൾ കണ്ടിന്യൂസ് 10 മോളിക്യൂൾ അല്ലെങ്കിൽ 20 മോളിക്യൂൾ എന്നിട്ട് എൻ തൗസൻഡ്സ് ഓഫ് മോളിക്യൂൾസ് ചേർത്തിട്ടാണ് ഒരു പോളിമർ ഉണ്ടാകുന്നത്. സോ ഇതാണ് ഒരു പോളിമർ ഉണ്ടാകുന്നതിന്റെ ഒരു എക്സാമ്പിൾ. അല്ലെ വേറൊരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ പ്രൊപ്പിലീൻ എടുക്കാം. CH3 CH2 CH ഡബിൾ ബോണ്ട് CH2. സോ പ്രൊപ്പിലീൻ, പോളിപ്രൊപ്പിലീൻ. ഇതിനാണ് പ്രൊപ്പീൻ എടുത്തു. ഇത് ഈത്തീൻ. പ്രൊപ്പീൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പോളിപ്രൊപ്പിലീൻ ആയിരിക്കും. അല്ലെങ്കിൽ പോളിപ്രൊപ്പീനോ അല്ലെങ്കിൽ പോളിപ്രൊപ്പിലീനോ വിളിക്കുക. സെയിം കണ്ടീഷൻ ആണ്. അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാത്തത്. സോ സെയിം ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ആൻഡ് വിത്തിൻ ദ പ്രസൻസ് ഓഫ് കാറ്റലിസ്റ്റ് റിയാക്ഷൻ നടക്കുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്ന ഇത് എഴുതുന്നത് ഇങ്ങനെയാണ്. CH ഡബിൾ ബോണ്ട് സിംഗിൾ ബോണ്ട് CH2. ഇവിടുത്തെ CH3 അതുപോലെ എഴുതുക, ഒരു വ്യത്യാസവും ഇല്ല. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന ഈ രീതിയിലാണ്. ഓക്കെ, എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ഇത്ര ഒരു യൂണിറ്റ് എടുത്താൽ മാത്രം മതി. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു യൂണിറ്റ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ലെഫ്റ്റ് സൈഡിൽ റൈറ്റ് സൈഡിൽ പോകുമ്പോഴത്തേക്കും നമുക്ക് പോളിപ്രൊപ്പിലീൻ കിട്ടും. അപ്പോൾ ഇതാണ് രണ്ട് എക്സാമ്പിൾ. ഇതിൽ നിന്ന് പോളി എത്തിലീൻ അല്ലെങ്കിൽ പോളിത്തീൻ കിട്ടുന്ന, അല്ലെങ്കിൽ പ്രൊപ്പിലിൽ നിന്ന് പോളിപ്രൊപ്പിലീൻ കിട്ടുന്നത്. സോ ഈ രണ്ട് പോളിമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി യൂസസ് ഉള്ളതാണ്. ഒത്തിരി നമ്മൾ പ്ലാസ്റ്റിക് ആണെന്ന് കരുതി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സും ഒന്നുകിൽ പോളിത്തീൻ ആയിരിക്കും അല്ലെങ്കിൽ പോളി എത്തിലീൻ ആയിരിക്കും. സോ ഇതിന്റെ ഒരു കൊമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് ഒക്കെ പഠിച്ചിരിക്കുന്നത് നന്നായിരിക്കും. ഇതൊക്കെ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, എന്താണ് ഇതിന്റെയൊക്കെ ആപ്ലിക്കേഷൻ. സോ ഇത്രയേ ഉള്ളൂ പോളിമറൈസേഷൻ. സിമ്പിളായിട്ട് ഒരു സിമ്പിൾ യൂണിറ്റ് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡായി ഒരു വലിയ യൂണിറ്റ് ഉണ്ടാകും. സോ അതിന്റെ പോളിമറൈസേഷൻ റിയാക്ഷന്റെ ഡെഫിനിഷൻ ഓർത്തിരിക്കുക. എന്താണ് പോളിമറൈസേഷൻ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ഇൻ ദ പ്രസൻസ് ഓഫ് വിത്ത് ആൻ എക്സാമ്പിൾ എന്നൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. സിമ്പിൾ റിയാക്ഷൻ ആണ്, വളരെ എളുപ്പം എഴുതാവുന്നതാണ്. എത്തിലീനിൽ നിന്ന് പോളി എത്തിലീനും പ്രൊപ്പീനിൽ നിന്ന് പോളിപ്രൊപ്പിലീനും ഒക്കെ കിട്ടുന്നത്. സോ ഇത്രയേ ഉള്ളൂ പോളിമറൈസേഷൻ റിയാക്ഷൻ. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കീൻ. സോ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത് വളരെ ഒരു ലെങ്തി ആയിട്ടുള്ള പോർഷൻ ആയിരുന്നു. ഈവൻ കൗണ്ട് ചെയ്യുമ്പോൾ ഏകദേശം 1 2 3 4 5 6 7 8 കെമിക്കൽ റിയാക്ഷൻ ആണ് നമ്മൾ പഠിച്ചത്. 8 കെമിക്കൽ റിയാക്ഷൻ ആണ്. ഏകദേശം 5 അഡീഷണൽ റിയാക്ഷൻ, പിന്നെ ഓക്സിഡേഷൻ, ഓസോണോളിസിസ്, പോളിമറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള റിയാക്ഷൻസ്. സോ അഡീഷണൽ റിയാക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഡൈഹൈഡ്രജൻ എങ്ങനെ ആൽക്കീനിലേക്ക് പോകുന്നു, ഹാലജൻ എങ്ങനെ ആൽക്കീനിലേക്ക് പോയി ആഡാകുന്നു, ഹൈഡ്രജൻ ഹാലൈഡ് എങ്ങനെ പോയി ആൽക്കീനിലേക്ക് ആഡാകുന്നു, സൾഫ്യൂരിക് ആസിഡ് എങ്ങനെ ആഡാകുന്നു, വാട്ടർ എങ്ങനെ ആഡാകുന്നു, ഇതെല്ലാം സെയിം ആണ്. ഇത് മൂന്നും ഒരു ഇലക്ട്രോഫിലിക് അഡീഷന്റെ എക്സാമ്പിൾ ആണ്. ഹാലജന്റെ കേസ് ഞാൻ പറഞ്ഞു. ഇപ്പൊ ഇവിടെ ഒരു Br2 ആണ് എടുക്കുന്നതെങ്കിൽ ഇത് സ്പ്ലിറ്റ് ആയിട്ട് Br+ ഉണ്ടാകുന്നു. ഇതാണ് Br+ ആണ് ഇവിടുത്തെ ഇലക്ട്രോഫൈൽ. ഓക്കെ, ഇവിടുത്തെ ഇലക്ട്രോഫൈൽ ഹൈഡ്രജൻ ഹാലൈഡ് യൂസ് ചെയ്യുമ്പോഴത്തെ ഹാലജൻ എപ്പോഴും നെഗറ്റീവ് ചാർജ് വരത്തുള്ളൂ, ബിക്കോസ് ഓഫ് ഹൈ ഇലക്ട്രോനെഗറ്റീവ്. സോ എപ്പോഴും ഹൈഡ്രജൻ ഹാലൈഡിന്റെ അതിൽ മീൻസ് ഇലക്ട്രോഫൈൽ H+ ആയിരിക്കും. സൾഫ്യൂരിക് ആസിഡിന്റെ കേസിലും ഇലക്ട്രോഫൈൽ എപ്പോഴും H+ ആയിരിക്കും. ഞാൻ മെൻഷൻ ചെയ്തിരുന്നത് എങ്ങനെയാണ് സൾഫ്യൂരിക് ആസിഡ് സ്പ്ലിറ്റ് ആകുന്നത്. OH S ഡബിൾ ബോണ്ട് OH. ഓക്കെ, സോ ഈ OH ബോണ്ടിങ് ഷിഫ്റ്റ് ആയിട്ടാണ് ഇവിടുന്ന് H+ഉം പിന്നെ HSO4 മൈനസും ഉണ്ടാകുന്നത്. സോ ഇതാണ് ഇവിടുത്തെ H+. ദെൻ OHന്റെ അകത്തിലെയും H+ ആണ് ഇലക്ട്രോഫൈൽ. എന്തുകൊണ്ടാണ് H2O സ്പ്ലിറ്റ് ആകുന്നത്? OH മൈനസും H+ ആയിട്ടുണ്ട്. എപ്പോഴും പോസിറ്റീവ് ചാർജ് ഉള്ള ഗ്രൂപ്പിനെ നമുക്ക് ഇലക്ട്രോഫൈൽ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇലക്ട്രോഫൈൽ എപ്പോഴും ഇലക്ട്രോൺ ഡെഫിഷ്യന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആൽക്കീനുമായിട്ട് ഇത് പോയി റിയാക്ട് ചെയ്യുന്നത്. സോ ഇത്രയേ ഉള്ളൂ അഡീഷൻ റിയാക്ഷൻസിന്റെ അതിൽ മറക്കാൻ പറ്റാത്ത ഒരു ഒരിക്കലും വിട്ടുകളയരുതാത്ത ഒരു ടോപ്പിക്കാണ് മാർക്കോണിക്കോ റൂളും ആന്റി മാർക്കോണിക്കോ റൂളും. അതെല്ലാം വരുന്നത് ഹൈഡ്രജൻ ഹാലൈഡിന്റെ കേസിലാണ്. പിന്നെ H2SO4ഉം അല്ലെങ്കിൽ വാട്ടറിന്റെ കേസിലും അല്ലാതെ വരുന്നുണ്ട്. സോ ഇങ്ങനത്തെ ഇലക്ട്രോഫൈലിന്റെ അഡീഷൻ ഓൺ അൺസിമെട്രിക്കൽ ആൽക്കീന്റെ കേസ് വരുമ്പോൾ മാർക്കോണിക്കോ റൂൾ മറക്കരുത്. അതിന്റെ ഡെഫിനിഷൻ എന്താണ്, ആന്റി മാർക്കോണിക്കോ റൂൾ എന്താണ്, പെറോക്സൈഡ് എഫക്ട് എന്താണ്, പെറോക്സൈഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ്, അതുകൂടെ കഴിയുമ്പോഴത്തേന് അഡീഷൻ റിയാക്ഷൻസ് കഴിഞ്ഞ് വളരെ സിമ്പിൾ ആണ് അത്രയും പോർഷൻ. പിന്നെ ഉള്ളത് സിമ്പിൾ ഓക്സിഡേഷൻ റിയേഷൻ ആണ്. അത് കിട്ടുമ്പോൾ ഡിഫറെന്റ് ഓക്സിഡൈസിങ് ആയതിന്റെ കണ്ടീഷൻ മാറുന്നതനുസരിച്ചുകൊണ്ട് ഓക്സിഡേഷൻ പ്രോഡക്റ്റ് മാറുന്നു. പിന്നെ ഉള്ള സിമ്പിൾ ഓസോണോളിസിസ് റിയാക്ഷൻ, O3 ആയിട്ടുള്ള ആൽക്കിന്റെ റിയാക്ഷൻ, ദെൻ പോളിമറൈസേഷൻ, വെരി സിമ്പിൾ റിയാക്ഷൻ. പക്ഷേ ഹൈ ടെമ്പറേച്ചർ, ഹൈ പ്രഷർ, പിന്നെ അത്രയും നല്ല ഒരു സൂട്ടബിൾ കാറ്റലിസ്റ്റ് കൂടെ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു മോണോമറിന്റെ പോളിമർ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. സോ
അത്രയും കഴിയുമ്പോഴത്തേന് ആൽക്കീസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് തീർന്നിരിക്കുന്നു. സോ അടുത്ത പോർഷനാണ് കംപ്ലീറ്റ്ലി നമ്മൾ ആൽക്കൈൻസിലേക്ക് പോകണം. നമ്മുടെ ആൽക്കീൻസും ഫുള്ള് കഴിഞ്ഞിരിക്കുന്നു. ഇനി ആൽക്കൈൻസിലോട്ട് പോകുമ്പോൾ ഇതേപോലെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് പ്രിപ്പറേഷൻ, അതിന്റെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ പഠിക്കാം. സോ അപ് ടു 8 റിയാക്ഷൻ സ്റ്റിൽ പോളിമറൈസേഷൻ നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. എൻജോയ് വിത്ത് ദിസ്. താങ്ക് യു.